കുഴപ്പമില്ല, കഞ്ഞി വെച്ചാലും അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അത്ര നമ്മള് ഉദ്ദേശിച്ചത്രയൊന്നുമില്ല. സ്ഥിരം ലിജോ ജോസ് പള്ളിശ്ശേരിയിലെ ഒരു ഇതെല്ലാം ഉണ്ട് എന്ന് പറയുമ്പോൾ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റ സ്ലോ മോഷൻ ആണ്. സെക്കൻഡ് ഹാഫൊക്കെ ലാഗടിച്ച് ഭ്രാന്താവും. ഹൈറ്റുള്ള ഒന്നുമില്ല, കണ്ടിരിക്കുക അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. സെക്കൻഡ് പാർട്ടിന്റെ ആവശ്യമൊന്നുമില്ല, വെറുതെയാണ്. കുഴപ്പമില്ല, വിഷ്വലി നല്ല രസമാണ്, ഡയറക്ഷൻ നന്നായിട്ടുണ്ട്, ആർട്ട് കാര്യങ്ങള് എല്ലാം നല്ലതാ, സിനിമാറ്റോഗ്രാഫി എല്ലാം വർക്കായില്ല എന്ന് തോന്നി. എക്സ്പെക്ടേഷന്റെ ആയിരിക്കും, പക്ഷെ സ്ക്രീനിൽ കാണാനുള്ളതാ, തിയേറ്ററിൽ കാണണം. സിനിമാറ്റോഗ്രാഫി നന്നായിട്ടുണ്ട്, വിജയവും ഓക്കെയാണ്. ഇല്ല, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയാനില്ല. മോഹൻലാൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ചെയ്യുന്ന ക്യാരക്ടേഴ്സും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ക്യാരക്ടറൈസേഷൻ ഒക്കെ നല്ലതാണ്. എനിക്കൊരു തിയേറ്റർ വാച്ച് മസ്റ്റാണ് പടം. കാരണം സ്ക്രീനിൽ വീട്ടിലിരുന്നോ അല്ലെങ്കിൽ മൊബൈലിലോ കണ്ടു കഴിഞ്ഞാൽ ഈ പടത്തിന്റെ ഒരു എഫക്റ്റ് കിട്ടണമെന്നില്ല. സെക്കൻഡ് പാർട്ടിലൊക്കെ ചില പോർഷൻസ് ഉണ്ട്. നമ്മൾ ഈ ചില സിനിമകൾ നമുക്ക് ഇങ്ങനെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ചില പടങ്ങൾ വരുമല്ലോ, അങ്ങനെ കുറെ അധികം മൊമെന്റ്സ് ഉണ്ട്. ഇതൊരു അമർചിത്രകഥ പോലെ ഒരു സംഭവമാണ്. അപ്പം ചില കഥാപാത്രങ്ങളെ, നമ്മൾ ആദ്യം കാണുന്ന കഥാപാത്രങ്ങളെ നമ്മൾ ചിലപ്പോൾ അവിടെ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് വരണം. ലൈക്ക് ഇപ്പം ബാലരമയോ അല്ലെങ്കിൽ ബാലമംഗളം, അതിലൊക്കെ ഒരു കഥ വരുമ്പോൾ ഒരു ലക്കത്തിലുള്ള കഥയിലെ മെയിൻ കഥാപാത്രങ്ങൾ മാത്രമേ അടുത്ത ലക്കത്തിൽ കാണുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു അമർചിത്രകഥ പോലെ കാണേണ്ട ഒരു സിനിമയായിട്ടാണ് തോന്നുന്നത്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു, ബാക്കിയുള്ളവരുടെ അഭിപ്രായം അറിയില്ല. ഫസ്റ്റ് ഹാഫ് വളരെ നല്ലതായിരുന്നു, സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗായിട്ട് തോന്നി. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല, ഇത്രയും വലിയ ബഡ്ജറ്റ് ആണല്ലോ, എക്സ്പെക്ട് ചെയ്തില്ല. സെക്കൻഡ് ഹാഫ് കുറേ സീനിൻ്റെ എന്താ പോയിന്റ് ഒന്നും മനസ്സിലായില്ല. നല്ല എക്സ്പീരിയൻസ് ആണ്. കുഴപ്പമില്ല, ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ല, ഇഷ്ടമായി. പോസിറ്റീവ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ബോറടിപ്പിക്കാത്ത സിനിമാറ്റോഗ്രാഫി ഉണ്ടായി, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നല്ലതായിരുന്നു. ആ ഒരു മ്യൂസിക് ഭയങ്കര, ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ വന്ന മ്യൂസിക് ഭയങ്കര നല്ലതായിരുന്നു. പിന്നെ സ്റ്റോറി ലൈനും ഓക്കെയാണ്, കുഴപ്പമില്ല. സെക്കൻഡ് പാർട്ടിന്റെ ആ ഒരു പ്രസന്റേഷൻ, ആ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടായിരുന്ന ആ ഒരു ലാസ്റ്റത്തെ അതൊക്കെ ഭയങ്കര നല്ലതായിരുന്നു. നമുക്ക് അങ്ങനെ പറയാം, കുഴപ്പമില്ല, കൊള്ളാം, സിനിമ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട്. സൂപ്പർ ആയിരുന്നു, സൂപ്പർ തന്നെ. ഇല്ല കുഴപ്പമില്ല, എന്റർടൈൻമെന്റ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് കാണാം, അത്രേ ഉള്ളൂ. പ്രതീക്ഷ ഹൈപ്പൊന്നും ഇല്ല, അത്രേ ഉള്ളൂ. അയ്യോ വേണ്ട, കുഴപ്പമില്ല, കൊള്ളാം, വാച്ച് ചെയ്യാൻ പറ്റിയ മൂവിയാണ്. പക്ഷെ അത്ര ഹൈപ്പിട്ട് വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള ഇത് കിട്ടിയിട്ടില്ല, നിരാശയുണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല, ഹൈപ്പില്ല.